ഹായ് ഫ്രണ്ട്സ്, വ്ളോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പപ്പായയൊക്കെ വെച്ച് നല്ലൊരു ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പപ്പായ എടുത്തിട്ടുണ്ട്. പപ്പായയുടെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പപ്പായയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണത്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാൻ ചേർത്തത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഫിഷ് ഫ്രൈക്കൊക്കെ മിക്സ് ചെയ്യണ പോലെ നല്ലോണം പപ്പായയുടെ എല്ലാ ഭാഗത്തേക്കും എത്താൻ പാകത്തിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കണം പപ്പായയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് പതുക്കെ ഒന്ന് നിരത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ പപ്പായൊക്കെ ഒരു വിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാല ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് നേരത്തോളം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആ മസാലയൊക്കെ പപ്പായയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്താൻ പാകത്തിന്, മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ പാകത്തിന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പപ്പായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെന്താ, എന്നും പറയാറുള്ള പോലെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.